ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജിയയിലെ ഒരു ഗ്രാമീണ പ്രദേശം. അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ് സാൻഡ്രോ. അതിരാവിലെ തന്നെ തൻ്റെ കൂട്ടുകാരനോട് നല്ല കമ്പിക്കഥകൾ പറഞ്ഞ് വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് വില കൂടിയ ഒരു കാറ് കെട്ടുവലിച്ചു കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് മിനി സ്കർട്ട് ധരിച്ച ഒരു സുന്ദരി സാൻഡ്രയുടെ വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി നടക്കുന്നു. തൻ്റെ കാർ ശരിയാക്കി തരുവാൻ സാൻഡ്രയോട് ആവശ്യപ്പെടുന്നു. ഇതാണ് മോഗി. അടുത്ത ഗ്രാമത്തിൽ സിനിമാ ചിത്രീകരണത്തിന് വന്ന സുന്ദരി. അവളെ കാണുവാൻ വേണ്ടി തന്നെ സാൻഡ്രയുടെ വർക്ക്ഷോപ്പിലേക്ക് ആളുകൾ കൂടുവാൻ തുടങ്ങി. എല്ലാവരെയും പുറത്താക്കി വർക്ക്ഷോപ്പിൻ്റെ മുൻവാതിൽ അടയ്ക്കുകയാണ് സാൻഡ്രോ. അകത്ത് മോഗിയും സാൻഡ്രോയും കാറും മാത്രം. ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത നാട്ടുകാർ വർക്ക്ഷോപ്പിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുവാൻ തുടങ്ങുന്നു. ആ കൂട്ടത്തിൽ സാൻഡ്രയുടെ ഭാര്യയുടെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ സാൻഡ്രോ കാറ് ശരിയാക്കുന്ന പരിപാടികൾ തകൃതിയായി നടക്കുന്നു. ഇതേ സമയം കൂട്ടുകാരി സാൻഡ്രയുടെ ഭാര്യയായ ലിയോയോട് വർക്ക്ഷോപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നു. ഇതേ സമയം വർക്ക്ഷോപ്പിൽ വളരെയധികം ദേഷ്യത്തോട് മാഗി ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് സാൻഡ്രോ തൻ്റെ ജോലിയും അതിനോടൊപ്പം വായനോട്ടവും തകൃതിയായി നടക്കുന്നു. അതിൻ്റെ ഇടയിലും മാഗിയോട് ചെറിയ ചെറിയ ആവശ്യങ്ങൾ സാൻഡ്രോ നിറവേറ്റുന്നു. മിനി സ്കർട്ട് ധരിച്ചുള്ള മാഗിയുടെ നടത്തം കാറിൻ്റെ അടിയിലിരുന്ന് ജോലി ചെയ്യുന്ന സാൻഡ്രോയ്ക്ക് ഒരാശ്വാസമായി മാറുവാൻ തുടങ്ങുന്നു. ആരും കാണുന്നില്ല എന്ന വിചാരത്തിലുള്ള സാൻഡ്രയുടെ നോട്ടം മാഗി ശ്രദ്ധിക്കുവാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ സാൻഡ്രയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മാഗിയുടെ പ്രവൃത്തികൾ. തൻ്റെ ആവശ്യം പെട്ടെന്ന് തന്നെ നിറവേറ്റുവാൻ വേണ്ടി മാഗി ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. അങ്ങനെ കാറ് ശരിയാക്കി സാൻഡ്രയും മാഗിയോടൊപ്പം ഒരു സിഗരറ്റ് വലിക്കുന്ന സമയം പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാരെയെല്ലാം ഓടിച്ച് ഭാര്യയായ ലിയ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും. പെട്ടെന്ന് തന്നെ വലിയ വഴക്കുണ്ടാക്കി ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു. ഈ സമയം മാഗി കാറുമായി പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ സാൻഡ്രോ. കാറുമായി പോയ മാഗി വഴിയിൽ വെച്ച് ലിയയെ കാണുന്നു. തൻ്റെ കാറിൽ പ്രവേശിക്കുവാൻ ആവശ്യപ്പെടുന്നു. ആദ്യമൊന്ന് വിസമ്മതിച്ചെങ്കിലും തന്നെ മോഗി സഹായിക്കാമെന്ന ഉറപ്പിൽ കാറിൻ്റെ ഉള്ളിലേക്ക് ലിയ പ്രവേശിക്കുന്നു. കാറിൽ കയറിയ ലിയോയോട് മോഗി തൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ തിരയുന്നു. ആദ്യം പറയുവാനൊന്ന് വിസമ്മതിച്ചെങ്കിലും നിർബന്ധിച്ചപ്പോൾ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങുന്നു. ഈ നിമിഷം മോഗി ലിയോയുടെ സകലമാന പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി അവളെ ആ ഗ്രാമത്തിലെ തന്നെ ഒരു മനോഹരമായ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ലിയ സുന്ദരിയാണ്. തൻ്റെ സൗന്ദര്യമൊന്നും ശ്രദ്ധിക്കുക പോലുമില്ലാത്ത ഭർത്താവിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരുവാനും തൻ്റെ കുടുംബജീവിതം ആനന്ദപരമാക്കാനും തൻ്റെ ആഗ്രഹമായ മിനി സ്കർട്ട് ധരിക്കുവാനും മോഗിയുടെ ഉപദേശപ്രകാരം പല കാര്യങ്ങളും ചെയ്യുവാൻ ലിയ തയ്യാറാകുന്നു. എന്നാൽ ഈ നിമിഷം വളരെ നേരമായിട്ടും മാഗിയെ കാണാത്തത് കൊണ്ട് മോഗിയുടെ സുഹൃത്ത് സാൻഡ്രയുടെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നു. വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി അയാൾ പോകുന്നു. മോഗിയെ തിരക്കി പുറകാലെ സാൻഡ്രയും. ഈ നിമിഷം അണിഞ്ഞൊരുങ്ങി ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്ന തിരക്കിലാണ് ലിയ. ഒരുങ്ങി നിന്ന ലിയെ അടിമുടി നോക്കി മോഗി. ലിയയുടെ സൗന്ദര്യം മതിവരുവോളം വർണ്ണിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മോഗിയുടെ സുഹൃത്ത് വരുന്നത്. മോഗി ലിയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ലിയയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ തൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. അതിനുവേണ്ടി ഫോട്ടോകൾ എടുക്കുവാൻ തുടങ്ങുന്നു. നിർത്തിയും കിടത്തിയും കാറിൻ്റെ മുകളിലും മരത്തിൻ്റെ ചുവട്ടിലുമെല്ലാം നിർത്തി ലിയയുടെ പലതരത്തിലുള്ള ഫോട്ടോകൾ അയാൾ എടുക്കുവാൻ തുടങ്ങുന്നു. ഓരോ ഫോട്ടോകളും ഒന്നിനൊന്ന് മികച്ചത്. അടക്കി വെച്ചതെല്ലാം പുറത്തു വന്നപ്പോൾ ഫോട്ടോകൾ വീണ്ടും മനോഹരമായി തുടങ്ങി. എന്നാൽ ഇതെല്ലാം മോഗിയിൽ ഒരു പേടി ഉളവാക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുവാൻ ശ്രമിക്കുന്നു. മോഗിയുടെ പുറകെ അയാളും ലിയെ അവിടെ തനിച്ചാക്കി പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ ഉപേക്ഷിച്ച ഫോട്ടോകൾ പെറുക്കി റോഡിലേക്ക് പ്രവേശിക്കുന്നു ലിയ. ഈ നിമിഷം അവിടേക്കൊരു ടാക്സിക്കാരൻ വരുന്നു. അകത്തേക്ക് പ്രവേശിക്കുന്ന ലിയയുടെ വസ്ത്രധാരണവും സൗന്ദര്യവും കണ്ട് തൻ്റെ കോഴി സ്വഭാവം പുറത്തെടുക്കുവാൻ തുടങ്ങുന്നു. ഇനിയും സഹിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നൊരവസ്ഥ വന്നപ്പോൾ ലിയ ടാക്സിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും നടക്കുന്നു. കുറച്ചു ദൂരം വന്നപ്പോൾ വഴിയരികിൽ പൊട്ട വണ്ടി ശരിയാക്കുന്ന തൻ്റെ ഭർത്താവായ സാൻഡ്രയെ കാണുന്നു. ലിയ അവിടേക്ക് വരുന്നു. സാൻഡ്രയുടെ ശ്രദ്ധ ലിയയിലേക്ക്. തൻ്റെ ഭാര്യയാണ് എന്നൊരു സംശയം സാൻഡ്രയ്ക്കുണ്ടാകുന്നു. അടിമുടി അവളെ വീക്ഷിക്കുവാൻ തുടങ്ങുന്നു.
ചെറിയൊരു സംശയമുണ്ടെങ്കിലും അത് ശരിയാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ സാന്ദ്ര നിൽക്കുകയാണ്. കിളിപോയി നിൽക്കുന്ന ഭർത്താവിനോട് ലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആദ്യമായി ആസ്വദിക്കുകയാണ് സാന്ദ്ര. ഒരു മുന്തിരിപ്പാടത്തിൻ്റെ നടുവിലേക്ക് അവർ പോകുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ ഭാര്യ മാറിയ എന്ന സന്തോഷത്തിൽ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. തൊട്ടടുത്ത ദിവസം തൻ്റെ എല്ലാമെല്ലാമായ ഭാര്യയുടെ ഫോട്ടോ വർക്ക്ഷോപ്പിൽ വെക്കുന്നു സാന്ദ്ര. ശുഭം. ഈ വീഡിയോയുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യൂ. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.